നിയന്ത്രണ രേഖ സ്ഥിരം ലംഘിക്കുന്ന പാകിസ്ഥാൻ ഷിംല കരാറിൽ നിന്ന് പിന്മാറുമെന്ന് പറയുന്നത് വലിയ തമാശയെന്ന് ഇന്ത്യ. പാകിസ്ഥാനെതിരെയുള്ള നീക്കം US, UK, റഷ്യ തുടങ്ങിയ നിരവധി രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളെ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ പാക് ബന്ധം വലിയ തകർച്ചയിലേക്കാണ് നീങ്ങുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരർ ഇന്ത്യയിലെത്തി മതം ചോദിച്ച് സാധാരണക്കാരെ വധിച്ചതിന് കടുത്ത തിരിച്ചടി അർഹിക്കുന്നു എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. നിയന്ത്രണ രേഖയിലടക്കം സംഘർഷം രൂക്ഷമാകാൻ ഈ അന്തരീക്ഷം ഇടയാക്കും. പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകര കേന്ദ്രങ്ങൾ കണ്ടെത്തി വീണ്ടും ആക്രമിക്കാനുള്ള പദ്ധതിയും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ആലോചിക്കുന്നുണ്ട്. ഇതിന് അമേരിക്ക, റഷ്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങളുടെ പിന്തുണയും ഇന്ത്യക്കുണ്ട്. മാത്രമല്ല, അത്യാധുനിക ടെക്നോളജികൾ വാഗ്ദാനം ചെയ്ത് ഇസ്രായേലും രംഗത്തുണ്ട്. സിന്ധു നദീജല കരാറിലൂടെ പാകിസ്ഥാനെ പൂട്ടാൻ ഇന്ത്യ നിശ്ചയിച്ചത് മറ്റൊരു യുദ്ധസമാനമായ അന്തരീക്ഷവും ഇരുപക്ഷത്തും തുറന്നിട്ടുണ്ട്. അതേസമയം നയതന്ത്ര രംഗത്തെ ഇന്ത്യയുടെ മിന്നലാക്രമണത്തിൽ പകച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ. സിന്ധു നദീജല കരാർ ലംഘിക്കുന്നത് യുദ്ധമായി കണക്കാക്കുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം വിലയിരുത്തി. ഷിംല കരാറിൽ നിന്നും പിന്മാറുമെന്ന ഭീഷണി ഇന്ത്യ ചിരിച്ചു തള്ളിയത് പാകിസ്ഥാന് വലിയ തിരിച്ചടികൾ കിട്ടുന്നുവെന്നാണ് കരുതേണ്ടതെന്നും നയതന്ത്ര വിദഗ്ധർ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ വ്യോമമേഖലയിൽ പ്രവേശിക്കാൻ അനുമതി നൽകില്ലെന്നും പാകിസ്ഥാൻ അറിയിച്ചു. രോഗികളടക്കമുള്ള പാക് പൗരന്മാരോട് 29-നകം മടങ്ങാൻ ഇന്ത്യ നിർദ്ദേശിക്കാനും സിന്ധു നദീജല കരാർ നിർത്തിവെക്കാനും പാക് സൈനിക ഉദ്യോഗസ്ഥരെ പുറത്താക്കാനും അട്ടാരി അതിർത്തി അടയ്ക്കാനും ഇന്ത്യ കൈക്കൊണ്ട അസാധാരണ നീക്കം പാകിസ്ഥാനെ ഞെട്ടിച്ചിരുന്നു. ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് പാക് പൗരന്മാർക്കുള്ള വിസ നിർത്തിവെക്കുന്നുവെന്ന് ആവർത്തിച്ചത്. മെഡിക്കൽ വിസയുള്ള പാകിസ്ഥാനികളടക്കം 29-ന് മടങ്ങണമെന്നും ഇന്ത്യ നിർദ്ദേശിച്ചു. അതേസമയം ഭീകരാക്രമണം രാജ്യത്തിന്റെ ആത്മാവിനേറ്റ മുറിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു. ഭീകരാക്രമണം നടത്തിയവർക്കും ഗൂഢാലോചന നടത്തിയവർക്കും കടുത്ത ശിക്ഷ കിട്ടുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. അവർക്ക് സങ്കല്പിക്കാൻ പോലുമാകാത്ത തിരിച്ചടിയായിരിക്കും ഇന്ത്യ നൽകുക. ഭീകരർ എവിടെ പോയി ഒളിച്ചാലും ഇന്ത്യ വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കി. കാശ്മീരിൽ നിരപരാധികളുടെ ജീവനെടുത്തവർക്ക് സങ്കല്പിക്കാനാവാത്ത ശിക്ഷ ലഭിക്കുമെന്നും മോദി പറഞ്ഞു. ബാക്കിയുള്ള ഭീകരവാദികളെ കൂടി ഇന്ത്യൻ മണ്ണിൽ മൂടാൻ സമയമായെന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചു.